സ്റ്റോൺ റിപ്പോർട്ടർ. ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയതിനു പിന്നിൽ വൻ റാക്കറ്റ് എന്ന എൻഐഎ. ഇന്ത്യയിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയെന്ന് മുഖ്യപ്രതി മധു മൊഴി നൽകി. മധു ജയകുമാർ രാജ്യാന്തര റാക്കറ്റിന്റെ കണ്ണി എന്നും എൻഐഎ കണ്ടെത്തി. എസ് ശരൺ വിവരങ്ങൾ നൽകും. നേരത്തെ ശരൺ ബ്രേക്ക് ചെയ്ത വാർത്തയുടെ തുടർച്ചയാണ്. എന്തുകൊണ്ട് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് എന്തിനെന്നാണ് എൻഐഎ വ്യക്തമാക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ റാക്കറ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മധുവിൽ നിന്നും എന്തൊക്കെ നിർണായക വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു എൻഐഎക്ക്? സ്മൃതി, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ മധുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻഐഎ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ്, ഒന്നാം പ്രതിയാണ് മധു ജയകുമാർ. മധു ജയകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എൻഐഎ സംഘം അറസ്റ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇയാൾ കസ്റ്റഡിയിലാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടുകൂടിയാണ് ഇന്ന് രാവിലെ കൊച്ചി എൻഐഎ കോടതിയിൽ ഹാജരാക്കിയത്. ഈ മാസം 24 വരെ മധുവിനെ കൊച്ചി എൻഐഎ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എൻഐഎ കോടതി അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മധു നൽകിയിരിക്കുന്ന മൊഴിയാണ്. അതായത് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വൻ റാക്കറ്റ് ആണെന്നുള്ളതാണ്. 14 പേരെ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്നുള്ള മൊഴിയാണ് മധു നൽകിയിരിക്കുന്നത്. ഈ 14 പേരെയും വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി എൻഐഎ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്ന വിവരമാണ് മധുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. അതായത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ സഹായം മനുഷ്യക്കടത്ത് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗികളുടെ വിവരങ്ങളടക്കം ആശുപത്രികൾ കൈമാറിയിരുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നതിനൊപ്പം തന്നെ ഈ ഉത്തരേന്ത്യൻ റാക്കറ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും എൻഐഎ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ റാക്കറ്റ് കൂടുതലായും പ്രവർത്തിക്കുന്നത്. 50 ലക്ഷം വരെ വാഗ്ദാനം ചെയ്താണ് ആളുകളെ ഇറാനിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം 2 ലക്ഷം രൂപ നൽകിയ ശേഷമാണ് പിന്നീട് ടിക്കറ്റും നൽകി മടക്കി അയക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റാക്കറ്റിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് എൻഐഎ സംഘമുള്ളത്. ശരി, എസ് ശരനാണ് നിർണായകമായ വാർത്തയുടെ പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.